ഉദ്ഘാടന ഭാഷണത്തിനായി പണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് ബഷീർ അലി ശിഹാബ്, ആദരണീയനായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ, ആദരണീയ മിനിസ്റ്റർ ശ്രീ വി അബ്ദുറഹ്മാൻ അവരുടെ, പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലി സാഹിബ് അവർ, KMEയുടെ ജനറൽ സെക്രട്ടറി ശ്രീ റിയാസ് അഹമ്മദ്, ചെയർമാൻ ഗവർണിംഗ് ബോഡി ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്, വേദിയിലെ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സിദി സാഹിബ് പോളിടെക്നിക്കിൻ്റെ വളർച്ചയിലെ ഒരു പുതിയ കാൽവെപ്പും പുതിയൊരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ, 3 പദ്ധതികൾ, അക്കാഡമിക് ബ്ലോക്ക് ഉദ്ഘാടനം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബും സർട്ടിഫിക്കറ്റ് വിതരണവും വെബ്കാസ്റ്റ് സ്റ്റുഡിയോ ഉദ്ഘാടനവും ഒക്കെ ഇവിടെ നടക്കുകയാണ്. നേരത്തെ അൻവർ അമീൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ പദ്ധതികൾ പോളിടെക്നിക്കിൻ്റെ വളർച്ചയിൽ പുതിയ അധ്യായം സൃഷ്ടിക്കുന്നു. 1960കളിലാണല്ലോ നമ്മുടെ ഈ തുടക്കം. സിദി സാഹിബ് എന്ന നവോത്ഥാന നായകൻ പിന്നോക്ക സമൂഹങ്ങളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസങ്ങൾ, പ്രത്യേകിച്ച് ടെക്നിക്കൽ വിദ്യാഭ്യാസമൊക്കെ മലബാറിന് അപ്പുറത്ത് കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് അവിടെയാണ് മലബാറിലേക്കും ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കി തിരൂരിൽ ഈ പോളിടെക്നിക്ക് തുടങ്ങുന്നത്. 15,000-ഓളം എഞ്ചിനീയർമാർ ഇതിനോടകം ഇന്ന് സേവന പാതയിൽ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. 1200-ഓളം വിദ്യാർത്ഥികൾ ഓരോ വർഷവും ഇവിടെ അധ്യയനം നേടിക്കൊണ്ടിരിക്കുന്നു. മലബാറിലെ പിന്നോക്ക പ്രദേശങ്ങൾ, ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ എന്നുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അത് ഗ്രാമങ്ങളിലാണ് നടക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗ്രാമീണ ജനതയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി, നേട്ടങ്ങൾ, അതിലൂടെ മാത്രമേ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അർത്ഥവത്താവുകയുള്ളൂ എന്ന് മഹാത്മജി പറഞ്ഞു. ഇവിടെ ഈ കോളേജിൻ്റെ സ്ഥാപകനായ, കേരളത്തിൻ്റെ മുൻ സ്പീക്കർ കൂടിയായ, കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന സിദി സാഹിബ് വാസ്തവത്തിൽ ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുകയാണ് ഇവിടെ ഈ പോളിടെക്നിക് സ്ഥാപിക്കുന്നതിലൂടെ നിർവഹിച്ചത്. മഹാനായ CH മുതുകോയ സാഹിബും അതേ കാലഘട്ടത്തിൽ തന്നെയാണ് തൻ്റെ പ്രവർത്തന നഭോമണ്ഡലത്തിൽ തെളിഞ്ഞ് വന്നതും നിന്നതും. CH മുതുകോയ സാഹിബിൻ്റെ പരിശ്രമത്തിലൂടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോഴും പിന്നോക്ക പ്രദേശങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം എല്ലാവരുടെയും അവകാശമാണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. പാർലമെൻറ്റ് അത് പാസ്സാക്കിയിട്ട് 2 പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ. മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ ആ കാലത്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അത് നിയമമായി മാറുന്നത്. എന്നാൽ CHനെയും സിദി സാഹിബിനെയും പോലെയുള്ള സാംസ്കാരിക നവോത്ഥാന നായകർ, അവർ കേവലം രാഷ്ട്രീയക്കാർ മാത്രമല്ല, നവോത്ഥാന നായകന്മാരാണ്, രാഷ്ട്രതന്ത്രജ്ഞരാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് രാഷ്ട്രതന്ത്രജ്ഞർ. CHും സിദി സാഹിബും ഒക്കെ ആ അർത്ഥത്തിൽ രാഷ്ട്രതന്ത്രജ്ഞർ തന്നെയാണ്. അവരുടെ ആ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ അത് ഗ്രാമീണ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിയും മോചനവും സാധ്യമാക്കി എന്നുള്ളതാണ്. ഈ പോളിടെക്നിക് സ്ഥാപിച്ചതിന് ശേഷമാണ് മലബാറിൽ മറ്റ് പല പ്രദേശങ്ങളിലും സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. ആ കാലത്താണ്
എന്താണ് ടെക്നിക്കൽ വിദ്യാഭ്യാസം എന്നറിയാത്ത ഒരു കാലം, ഒരു സമൂഹത്തിൻ്റെ ആ ഒരു കാലമുണ്ടായിരുന്നു. മഹാരാജാസിലും അതിൻ്റെ പരിസരങ്ങളിലുമായിരുന്നു അന്നൊക്കെ ടെക്നിക്കൽ സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നത്. അന്ന് മലബാറിന് ഇതൊക്കെ അറിയുമായിരുന്നില്ല, അജ്ഞമായിരുന്നു. ആ കാലത്താണ് ഇവിടെ വളരെ ധൈര്യപൂർവ്വം ഇത്തരമൊരു സ്ഥാപനത്തെ കൊണ്ടുവരുവാൻ സീതി സാഹിബ് തയ്യാറായത്. ഈ ജനത അത് ഏറ്റെടുത്തു. ഇത് മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും സ്റ്റാറ്റസ്, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് എന്നുള്ളത് അത് രാജ്യാന്തര നിലവാരത്തിനപ്പുറത്താണ്. അതിനൊക്കെ തുടക്കം കുറിക്കുവാൻ അസ്ഥിവാരം പണിയുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പോളിടെക്നിക്കിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കിനിയും മുന്നേറാം. അൻവർ അമീൻ ഊർജ്ജസ്വലനായ ഒരു മനുഷ്യനാണ്. നല്ലൊരു ബിസിനസ്സുകാരനാണ്. പോളിടെക്നിക്കിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ഒരു വൈകാരികതയുണ്ട്. ഇവിടെ വിദ്യാർത്ഥിയായി പഠിച്ചു, ഇവിടെ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാനായിട്ടും അദ്ദേഹം നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. പാർട്ടി വളരെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അൻവറിനെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അൻവറിൻ്റെ പണി തുടങ്ങി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സർ.